PM ശ്രീ കരാറിൽ ഒപ്പിട്ട സർക്കാർ ഊരാക്കുടുക്കിലോ. പതിവ് ശൈലിയിൽ പ്രതിഷേധിച്ചിട്ട് CPI പിന്നീട് വഴങ്ങും എന്നായിരുന്നു പൊതു കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചയോടെ എല്ലാറ്റിനും പരിഹാരമാകുമെന്നും കണക്കുകൂട്ടലും ഉണ്ടായി. പതിവ് വഴക്കം വിട്ട ഉറച്ച നിലപാടാണ് പക്ഷേ ഇക്കുറി ബിനോയ് വിശ്വം സ്വീകരിച്ചത്. ഇടതുമുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി നടത്തിയ ഈ ഒപ്പിടൽ തങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് CPI കരുതുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന വാക്കാലുള്ള ഉറപ്പും ചർച്ച നടത്താതെ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായി എന്ന് അംഗീകരിക്കുകയും ചെയ്താൽ പ്രശ്നപരിഹാരം ആകും എന്നായിരുന്നു തുടക്കത്തിലെ കണക്കുകൂട്ടൽ. അതാണിപ്പോൾ അട്ടത്തായിരിക്കുന്നത്. വെളിയം ഭാർഗവനെയും CK ചന്ദ്രപ്പനെയും പോലെ ആർജവമുള്ള നേതാവല്ല ബിനോയ് വിശ്വം എന്ന ആരോപണം CPIക്കുള്ളിലും പുറത്തുമുണ്ട്. ഈ വിമർശനം മറികടക്കുക എന്ന ലക്ഷ്യവും ബിനോയുടെ ഉറച്ച തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാവണം. ഇതുവരെ എതിർത്ത പദ്ധതി പാർട്ടി കമ്മിറ്റികൾ പോലും ചർച്ച നടത്താതെ ഒപ്പിട്ടതിൽ CPMനുള്ളിലെ എതിർപ്പും CPI കാണുന്നുണ്ട്. ഇടതുമുന്നണി വിടാനൊന്നും CPI ആലോചിക്കുന്നില്ല. പക്ഷേ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കടുത്ത നീക്കങ്ങൾ പരിഗണനയിലുമാണ്. ഈ രണ്ടിലൊരാൾ ഇനി വഴങ്ങിയേ മതിയാകൂ. ഒന്നുകിൽ CPM അല്ലെങ്കിൽ CPI. അത് ആര് വഴങ്ങും എന്നാണ് അറിയേണ്ടത്.